ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോക്ക് ഡാൻസസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ ഫോക്ക് ഡാൻസസ് ആയിരിക്കും പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പറയുന്നത് ബിഹു ആണ്. ബിഹു എവിടത്തെയാണ്? ആസാമിലുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കാം, നമ്മൾ ബഹുമാനിക്കേണ്ടത് ആരെയാണ്? ആശാനെയാണ്. നമ്മുടെ ആശാനെ നമ്മൾ എന്തായാലും ബഹുമാനിക്കണം. അപ്പൊ ബിഹു എന്ന് പറയുന്നത് ആസാമാണ്. അടുത്തത് ഗർബ ഓർ ദാണ്ടിയ എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ളതാണ്. ഗർബ അല്ലെങ്കിൽ ദാണ്ടിയ എന്നുള്ള പേരുള്ളത് ഗുജറാത്തിലുള്ള ഫോക്ക് ഡാൻസ് ആണ്. അപ്പൊ ഗുജറാത്ത് റാറ്റ്. അപ്പൊ റാറ്റിനെ പറ്റി ആലോചിക്കുക. അപ്പൊ നമ്മൾ എലിയെ പറ്റി ആലോചിക്കുക. അപ്പൊ എലികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പെട്ടെന്ന് ഗർഭിണിയാവുമെന്ന് ആലോചിക്കുക. അവരിങ്ങനെ അവരിങ്ങനെ തെണ്ടി നടന്നാലും അവർ ഗർഭിണിയാവും. കൃത്യസമയത്ത് അവർ ഗർഭിണിയാവുമെന്ന് ആലോചിക്കുക. അപ്പൊ ഗർഭ അല്ലെങ്കിൽ ദാണ്ടിയ എന്ന് പറയുന്നത് ഗുജറാത്താണ്. അടുത്തത് ഘൂമർ രാജസ്ഥാൻ. ഘൂമർ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പം രാജസ്ഥാൻ ആകുമ്പോൾ നമ്മൾ രാജുവിനെ ആലോചിക്കുക, പൃഥ്വിരാജിനെ ആലോചിക്കുക. ഇപ്പൊ രാജുവിന്റെ കാര്യം പറയുമ്പോൾ രാജുവിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഓരോ റൂമർ വരുമല്ലോ. പൃഥ്വിരാജിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഓരോ റൂമർ വരുന്നതാണ്. അപ്പം ഘൂമർ രാജസ്ഥാൻ. അടുത്തതും രാജസ്ഥാനിൽ തന്നെ ഉള്ളതാണ് കൽബേലിയ രാജസ്ഥാനിലുള്ളതാണ്. അപ്പൊ നമ്മൾ രാജുവിന് പെട്ടെന്ന് കലി വരുമെന്ന് ആലോചിച്ചാൽ മതി. ഒരുപാട് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ രാജുവിന് പെട്ടെന്ന് കലി വരും. അപ്പൊ കൽബേലിയ. അടുത്തത് ഭാംഗ്രയാണ്. പഞ്ചാബിലുള്ള ഭാംഗ്ര. അപ്പൊ പഞ്ചാബികളെയൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ, നല്ല ഭംഗിയുള്ളവരല്ലേ പഞ്ചാബിലുള്ളവര്. അപ്പൊ ഭാംഗ്ര പഞ്ചാബ്. അടുത്തത് ജിദ്ദ പഞ്ചാബ്. അപ്പൊ നമ്മൾ ചീത്ത കാര്യങ്ങളൊന്നും പഞ്ചാബികളോട് പറയത്തില്ല അല്ലേ? ചീത്ത കാര്യങ്ങളൊന്നും പഞ്ചാബികളോട് പറയരുത്. അപ്പൊ ജിദ്ദയും പഞ്ചാബിൽ തന്നെ ഉള്ളതാണ്. അടുത്തത് ലാവണി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ളതാണ്. ലാവണി മഹാരാഷ്ട്ര. അപ്പൊ നമ്മളൊരു മഹാരാജാവിനെ കയറി ലാവൻ ഇവൻ എന്നൊക്കെ വിളിക്കും? അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ലാവണി എന്ന് പറയുന്നത് മഹാരാഷ്ട്ര. അപ്പൊ ലവൻ എന്ന് പറയുന്നത് മഹാരാജാവിന് ഒരിക്കലും ലവൻ ഇവൻ ഒന്നും വിളിക്കാൻ പാടില്ല. അപ്പൊ ലാവണി മഹാരാഷ്ട്ര. അടുത്തത് യക്ഷഗാനമാണ്. യക്ഷഗാനം എന്ന് പറയുമ്പോൾ കർണാടകയാണ്. യക്ഷ നമ്മൾ കണ്ണടയ്ക്കുമ്പോഴല്ലേ യക്ഷിയെ കാണുന്നത്. അപ്പൊ യക്ഷഗാനം കർണാടകയിലുള്ളതാണ്. അപ്പൊ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ യക്ഷിയെ കാണാം. അപ്പൊ തന്നെ നമ്മൾ കണ്ണു നോക്കാം. അപ്പൊ യക്ഷഗാനം കർണാടക. അടുത്തത് തെയ്യം കേരളത്തിലുള്ളതാണ്. ഒപ്പന കേരളത്തിലുള്ളതാണ്. പിന്നെ ചെരവ് എന്ന് പറയുന്നത് മിസോറാമിലാണ്. അപ്പം ചെരവിന്റെ മറ്റൊരു പേരാണ് ബാംബു ഡാൻസ്. അപ്പൊ ബാംബു എന്ന് പറയുന്നത് ചൂരിലല്ലേ. അപ്പൊ ചൂരിൽ കൊണ്ടല്ലേ മിസ് വരുന്നത്. അപ്പൊ മിസ് ചൂരിലും കൊണ്ട് വരുന്നു. അപ്പൊ ചെരോ എന്ന് പറയുമ്പോൾ ചിരിച്ചോണ്ടൊക്കെ ആയിരിക്കും വരുന്നത്, പക്ഷെ കയ്യിൽ ചൂരിൽ കാണും മിസ്സുമാരുടെ കയ്യിൽ. ഓക്കെ, അപ്പൊ അത് മറന്നു പോലെ. ഇനി ഹോജാഗിരി എന്ന് പറയുന്നത് ത്രിപുരയിലുള്ളതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ നമുക്ക് തോന്നും എന്നാ പിന്നെ ഇച്ചിരി ഓജോ ബോർഡൊക്കെ കളിച്ച് പ്രേതത്തെയൊക്കെ വിളിച്ച് വരുത്താന്ന്. അപ്പം ഓജോ ബോർഡ് വരുത്തുക. അപ്പം ഹോജാഗിരി എന്ന് പറയുന്നത് ത്രിപുരയാണ്. അടുത്തത് ചാവു എന്ന് പറയുന്നത് മൂന്ന് സ്റ്റേറ്റ്സിലെ ഫോക്ക് ഡാൻസിന്റെ പേര് ചാവു എന്നാണ്. അപ്പൊ ഏതൊക്കെയാണ്? ഒഡീഷ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. അപ്പൊ നമ്മള് നമുക്ക് എപ്പോഴൊക്കെയാണ് ചാവാൻ തോന്നുന്നത്? നമ്മൾ ഒരു ഓഡീഷന് പോയിട്ട് കിട്ടിയില്ലെങ്കിൽ ചിലവർ പറയും എനിക്ക് നീ ചത്താ മതി എന്ന് പറയും. അപ്പം അത് ചാവും. അപ്പൊ ഓഡീഷന് പോയിട്ട് കിട്ടാത്തവര് ചിലവർ ചാവാറുണ്ട്. പിന്നെ ജാർഖണ്ഡ്, എന്തെങ്കിലും വില കൂടിയ ഒരു ജാറ് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ പറയും എനിക്ക് ചത്താൽ മതി, എനിക്ക് പേടിയാണെന്ന് പറയത്തില്ലേ. അപ്പോൾ ജാർഖണ്ഡ്. അടുത്തത് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോൾ വെബിനാർ എന്ന് ആലോചിക്കും. വെസ്റ്റ് ബംഗാൾ വെബിനാർ എന്ന് ആലോചിക്കാം. അപ്പൊ ഈ വെബിനാറിന് പോകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഈ വെബിനാറിനൊക്കെ പോയി നമ്മൾ എന്തെങ്കിലും പ്രസന്റേഷൻ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും എനിക്ക് ചാവാൻ പേടിയാവുന്നു, ഞാൻ ചത്താൽ മതി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ പേടിയുള്ളവർ പറയും. അപ്പൊ വെബിനാറിന് പോകാൻ പേടിയുള്ളവർ ചിലപ്പോൾ ചാവുമായിരിക്കും. ജാറ് സ്വന്തം കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടുവാണെങ്കിൽ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ചത്തുപോകാൻ ചാവണം എന്ന് അവർക്ക് തോന്നുമായിരിക്കും. പിന്നെ അതേപോലെ ഓഡീഷന് പോയിട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചാവണം തോന്നും. അപ്പൊ ഇവർക്കൊക്കെ ചാവു എന്നാണ് അവരുടെ ഫോക്ക് ഡാൻസസിന്റെ പേര്. ഇനി റൌഫ് അല്ലെങ്കിൽ റൂഫ് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പൊ ജമ്മു കാശ്മീരാണ്. അപ്പൊ ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോൾ ജമ്മു കാശ്മീർ ഇവിടെ അങ്ങ് മേളിലല്ലേ, അങ്ങ് ഏറ്റവും ഹിമാലയം ആ റീജിയനിലല്ലേ. അപ്പൊ അവിടെ അല്ലേ റൂഫ്. അപ്പൊ മേളിലെന്ന് ആലോചിക്കുമ്പോൾ റൂഫ് എന്ന് ആലോചിക്കും. അപ്പം റൂഫ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പെരിണി ശിവതാണ്ഡവം എവിടെയാണ്? തെലങ്കാനയിലുള്ളതാണ്. പെരിണി ശിവതാണ്ഡവം തെലങ്കാനയിലുള്ളതാണ്. അപ്പൊ നമ്മൾ പേരിന് എന്തെങ്കിലും ഒരു ഡാൻസ് കളിച്ചിട്ടാ ഇതാണ് ശിവതാണ്ഡവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും തല്ലത്തില്ലേ. അപ്പൊ നമ്മൾ പേരിന് ഒരു ഡാൻസ് കളിച്ചിട്ട് ഇതാണ് ശിവതാണ്ഡവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ തല്ലും. അപ്പൊ തെലങ്കാന, പെരിണി ശിവതാണ്ഡവം തെലങ്കാന. അടുത്തത് തബൽ ചൊങ്പ എന്ന് പറയുന്നത് മണിപ്പൂരിലുള്ളതാണ്. അപ്പൊ നമ്മൾ തബലയൊക്കെ കൊട്ടി നമുക്ക് പൈസ കിട്ടണമെങ്കിൽ നമ്മൾ തബല കൊട്ടിയല്ലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തബലയിൽ ഇങ്ങനെ തൊട്ടിട്ട് എന്റെ കൈയൊക്കെ ചുമന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പൈസ തരും? ഇല്ല. തബലയിൽ കൊട്ടി കൈയൊക്കെ എത്ര ചുമന്നാലും നമുക്ക് പൈസ കിട്ടണമെങ്കിൽ നമ്മൾ തബല കൊട്ടുക തന്നെ വേണം. അപ്പൊ തബൽ ചൊങ്പ മണിപ്പൂർ എന്നാൽ മാത്രമേ നമുക്ക് മണി കിട്ടത്തുള്ളൂ. മണിപ്പൂർ. അപ്പൊ മനസ്സിലായല്ലോ? ഇനി മറന്നുപോയില്ലല്ലോ.